എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ എസ്സേ ടോപ്പിക്കായ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ മാക്സിമം ഇത് ചെയ്യുന്ന രീതി പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. മുഴുവൻ കാര്യങ്ങളും പഠിച്ചെടുത്ത് 10 മാർക്ക് തന്നെ നേടണം. എങ്കിൽ പോലും ഇത് ഒട്ടും അറിയാത്തവരാണെങ്കിൽ പോലും ഒരു പകുതി മാർക്കെങ്കിലും ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമാറ്റും കുറച്ച് ഐറ്റംസും എഴുതി കഴിഞ്ഞാൽ കിട്ടും. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ലാബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും എമൗണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയ 20,000 ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്, ഈ ഒരു കാര്യം നോക്കുക. ഒരു എമൗണ്ട് കോളത്തിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ. ആ ഒരു എമൗണ്ട് 3 lakhs കൊടുത്തിട്ടുണ്ട്. ആ ഒരു 3 lakhs എന്ന് പറയുന്നത് എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുകയാണ്. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഗുഡ്വിൽ കാൽക്കുലേഷൻ നടത്തണം. കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. അതിൽ ഫസ്റ്റ് എഴുതേണ്ടത് എമൗണ്ട് പെയ്ഡ് ഫോർ ഷെയർസ് അക്വയേർഡ്. അത് അറിയാത്തവർ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് എഴുതിയാൽ മതി. പർച്ചേസ് കൺസിഡറേഷൻ 3 lakh. എങ്ങനെ പർച്ചേസ് കൺസിഡറേഷൻ വന്നു? ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഗുഡ്വിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആ ഒരു വർക്കിംഗ് നോട്ടിൻ്റെ ഗുഡ്വിൽ. അതിൽ ആദ്യം പർച്ചേസ് കൺസിഡറേഷൻ എന്ന് എഴുതുക. പർച്ചേസ് കൺസിഡറേഷൻ 3 lakh. അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അസറ്റ് സൈഡിലെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് തന്നിട്ടുള്ള 3 ലക്ഷം ഇല്ലേ? അതായത് ഒരു എമൗണ്ട് കോളത്തിൽ മാത്രമേ ആ എമൗണ്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്യുന്നത്, ആ അക്വയർ ചെയ്യുന്ന കമ്പനിയുടെ എമൗണ്ട് കോളത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള എച്ച് ലിമിറ്റഡിൻ്റെ കോളത്തിൽ തന്നിട്ടുള്ള 3 lakhs ആണ് നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ. അത് എഴുതി. നിങ്ങൾ എമൗണ്ട് പെയ്ഡ് ഫോർ ഷെയർസ് അക്വയർഡ് എന്ന് എഴുതണ്ട, അതിന് പകരം പർച്ചേസ് കൺസിഡറേഷൻ 3 lakh. അതിൽ നിന്നും നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ്, നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ലെസ് ചെയ്യണം. അത് എവിടെ നിന്നാണ് കിട്ടുക? 2 lakh ആണ് എമൗണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടല്ലോ, ഷെയർ ക്യാപിറ്റൽ എന്ന്. എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 2 lakh. അപ്പോൾ ആ 2 lakh നമ്മൾ കൊടുത്തു. എപ്പോഴും നമ്മൾ സബ്സിഡറി കമ്പനിയുടെ ആ ഒരു എമൗണ്ടാണ് എടുക്കേണ്ടത്. 2 lakh എടുത്തു. അപ്പോൾ നമുക്ക് 3 lakhൽ നിന്ന് 2 lakh മൈനസ് ചെയ്ത് 1 lakh വന്നു. ഇനി നമ്മൾ ലെസ് ചെയ്യേണ്ടത് പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് ആണ്. പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നോ ജനറൽ റിസർവ് എന്നോ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നോ ഇങ്ങനെ 3 ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില പ്രോബ്ലത്തിൽ ജനറൽ റിസർവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില പ്രോബ്ലത്തിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നേ ഉണ്ടാവുള്ളൂ. ഈ 3ൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുക. അതായത് നമ്മൾ ഏത് കമ്പനീൻ്റെതാണ് എടുക്കേണ്ടത്? എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിനെ വാങ്ങിക്കുന്നതിന് മുമ്പുള്ള പ്രീ അക്വസിഷൻ. അതായത് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങിക്കുക, പർച്ചേസ് ചെയ്യുക. ആ അക്വസിഷൻ നടത്തുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ് പ്രീ അക്വസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ 20,000 ഉണ്ട്. ജനറൽ റിസർവ് ഉണ്ടല്ലോ ഈ പ്രോബ്ലത്തിൽ 16,000. ആ 20,000-ഉം 16,000-ഉമാണ് പ്രീ അക്വസിഷൻ പ്രോഫിറ്റ്. അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 36,000. അങ്ങനെ നമ്മൾ ആ 1 ലക്ഷത്തിൽ നിന്ന് 36,000 കുറച്ച് നമുക്ക് 64,000 ഗുഡ്വിൽ കിട്ടി. ഇങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേഷൻ നടത്തുക. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ ഗുഡ്വിൽ കാൽക്കുലേഷൻ തന്നെയാണ് 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ എസെൻസ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഗുഡ്വിൽ കാൽക്കുലേഷനാണ്. ബാക്കി നിങ്ങൾക്ക് കണ്ണു അടച്ച് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഗുഡ്വിൽ കാൽക്കുലേഷൻ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം പർച്ചേസ് കൺസിഡറേഷൻ ആണ് എടുക്കേണ്ടത്. പർച്ചേസ് കൺസിഡറേഷൻ എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് തുറന്നു വെച്ച് ചെയ്തു നോക്കണം.
ഇല്ലാതെ ഈ വീഡിയോ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പം സ്ട്രൈക്ക് ആവണമെന്നില്ല. കാരണം നമ്മൾ ഈ സ്ക്രീനിൽ മൊത്തത്തിൽ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പം എന്തായാലും പറ്റുന്നത് പോലെ ഇത് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. ആദ്യം നമ്മൾ എന്ത് എഴുതി? പർച്ചേസ് കൺസിഡറേഷൻ 3 lakh. എവിടെ നിന്നാണ് അത് കിട്ടുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എച്ച് ലിമിറ്റഡിന്റെ കോളത്തിലുള്ള 3 lakh. അത് ഒരു എമൗണ്ട് കോളത്തിൽ മാത്രമേ ആ പർച്ചേസ് കൺസിഡറേഷന്റെ എമൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. ആ എമൗണ്ട് എടുത്ത് എഴുതിയാൽ മതി, അസറ്റ് സൈഡിലായിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങനെ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കിട്ടി 3 lakh. അതിൽ നിന്ന് നോമിനൽ വാല്യൂ ഓഫ് ഷെയർ ലെസ് ചെയ്യണം. അതെവിടെ നിന്നാണ് കിട്ടുക? ഏത് കമ്പനീനെയാണോ വാങ്ങിക്കുന്നത് ആ കമ്പനീൻ്റെതായിരിക്കും നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ വാങ്ങിക്കുന്നത് എസിനെയാണ്. അപ്പോൾ എസിൻ്റെ ആ ഒരു ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ ആയ 2 lakh നമ്മൾ എടുക്കുന്നു. അങ്ങനെ നമുക്ക് ആ 2 lakh എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എവിടെ കാണിക്കാം? ഈ പർച്ചേസ് കൺസിഡറേഷൻ്റെ 3 lakhൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 2 lakh കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് 1 lakh കിട്ടും. ആ 1 lakhൽ നിന്ന് നമ്മൾ പിന്നെ കുറയ്ക്കേണ്ടത് എന്തൊക്കെയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയായിരിക്കും? ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എടുക്കണം, ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് കൂടെ പരിഗണിക്കണം? ഈ പ്രോബ്ലത്തിലില്ല, ചില പ്രോബ്ലത്തിൽ ഉണ്ടാവും റീറ്റെയിൻഡ് ഏണിങ്സ്. ആ റീറ്റെയിൻഡ് ഏണിങ്സും കൂടെ പരിഗണിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണുക. അപ്പോൾ ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ 20,000 റിസർവിൻ്റെ 16,000 66,000. ആ 1 ലക്ഷത്തിൽ നിന്ന് 36,000 കുറച്ച് 64,000 നമുക്ക് ഗുഡ് വില് കിട്ടി. ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ചെയ്യാം. ഹെഡിങ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഏത് വർഷമാണോ തന്നത് ആ വർഷം. ആദ്യം ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി. അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന പോലെ തന്നെ എഴുതുക. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റിയിൽ നമ്മൾ എന്ത് കാണിക്കണം? ലാബിലിറ്റി സൈഡിലുള്ള കാര്യങ്ങൾ. ആദ്യം എന്താണ്? ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ എച്ച് ലിമിറ്റഡിൻ്റെ 4 ലക്ഷം മാത്രമേ കാണിക്കുള്ളൂ. എസ് ലിമിറ്റഡിൻ്റെത് നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തു ഗുഡ് വില് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ 2 ലക്ഷം വേണ്ട. അതെന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്? ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തു, ഇപ്പോൾ അവരുടെ ഗുഡ് വില് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ജനറൽ റിസർവും 80,000 40,000. അതായത് എസ് ലിമിറ്റഡിൻ്റെത് എടുക്കുന്നില്ല, കാരണം അതും നമ്മൾ എവിടെ എടുത്തു? ഗുഡ് വില് കാണാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ആ 80,000 40,000 1,20,000. വേണമെങ്കിൽ നിങ്ങൾക്കത് എമൗണ്ട് കോളത്തിൽ തന്നെ എഴുതാം കേട്ടോ. റിസർവ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എങ്ങനെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നൊന്നും ഹെഡിങ് കൊടുക്കണം എന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 80,000, ജനറൽ റിസർവ് 40,000 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അടുത്തത് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് ലാബിലിറ്റി നമ്മൾ എവിടെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമുക്ക് 2 കമ്പനിയുടേതും കൂട്ടാം. 40,000 എച്ച് ലിമിറ്റഡിൻ്റെത്, എസ് ലിമിറ്റഡിൻ്റെത് 4,000. അപ്പോൾ കറണ്ട് ലാബിലിറ്റി 40,000 4,000 കൂട്ടി 44,000. വേറൊന്നും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇല്ലല്ലോ. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി അത് 3ഉം കൂടെ കൂട്ടിയാൽ, അതായത് ഷെയർ ക്യാപിറ്റലിൻ്റെ 4 ലക്ഷം, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ 80,000, ജനറൽ റിസർവിൻ്റെ 40,000, കറണ്ട് ലാബിലിറ്റി 44,000. അപ്പം നമുക്ക് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി 5,64,000 കിട്ടി. ഇനി നമുക്ക് അസറ്റ് സൈഡ് ചെയ്യാം. അസറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം എന്തായിരുന്നു? സൺട്രി അസറ്റ്സ്. 2,60,000 2,40,000. ടോട്ടൽ എത്ര വന്നു? സൺട്രി അസറ്റ് 5 ലക്ഷം. അതായത് അവിടെ കാണിക്കുന്നുണ്ട് നോക്കൂ, സൺട്രി അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 2,60,000 2,40,000 ആഡ് ചെയ്ത് 5 lakh. പിന്നെ വരുന്നത് ഗുഡ് വില്ലാണ്. ഗുഡ് വില് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തല്ലോ 64,000. അതെടുത്ത് എഴുതിയാൽ മതി. ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലോ ഗുഡ് വില് കാണാൻ, അതുകൊണ്ട് അത് എടുക്കില്ല ബാലൻസ് ഷീറ്റിൽ. അപ്പൊ നമുക്ക് ഗുഡ് വില് കിട്ടി 64,000. 5,64,000 ടോട്ടൽ അസറ്റും വന്നു, ബാലൻസ് ഷീറ്റ് ടാലിയായി. ഇത്ര മാത്രമാണ് നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ആദ്യം ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യുക. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് കൺസിഡറേഷൻ എടുക്കുക, നോമിനൽ വാല്യൂ ഓഫ് ഷെയർ ലെസ് ചെയ്യുക, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ലെസ് ചെയ്യുക. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പേരുകളിൽ ഉണ്ടാവും. ജനറൽ റിസർവ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ സർപ്ലസ്. ഇങ്ങനെയൊക്കെ കണ്ട അത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. അത് ഏത് കമ്പനിയുടേതാണ് നമ്മൾ എടുക്കുക? രണ്ടാമത്തെ കമ്പനി അല്ലെങ്കിൽ വാങ്ങിക്കുന്ന കമ്പനി അക്വിസിഷൻ നടത്തുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്.
ഗുഡ് വിൽ കിട്ടി. നമ്മൾ പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. അത് ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ എഴുതുക. ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ ഈ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതൊക്കെ എഴുതുമ്പോൾ ഒരു കമ്പനിയുടേത് മാത്രമേ എഴുതുള്ളൂ, അക്വയർ ചെയ്യുന്ന കമ്പനിയുടേത്. അതേപോലെ തന്നെ കറണ്ട് ലാബിലിറ്റി കൂട്ടി എഴുതണം. അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് എഴുതണം. പിന്നെ ഗുഡ് വില്ലും നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ടതില്ല. ഞാൻ ഒരുവിധം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അതിലൂടെ ക്ലിയർ ചെയ്ത് തരാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക്